ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ ഒരു ന്യൂ സ്റ്റഡി ടേബിൾ മേക്ക് ഓവർ വീഡിയോ ആയിട്ടാണ് ഗൈസ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ കുറേ ദിവസമായിപ്പോൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് മെയിൻ കാരണം ഈ ഒരു ടേബിൾ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കാരണം ടേബിൾ കിട്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റഡി വ്ളോഗൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ശേഷം പിന്നെ ഇപ്പോഴാണ് ഇപ്പോൾ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി മുതൽ നല്ല വീഡിയോസൊക്കെ ഉണ്ടാവും. ഇപ്പം കാണാൻ നമ്മൾ ടേബിൾ വാങ്ങാൻ പോയപ്പോഴത്തെ ക്ലിപ്സാണ്. ഇനി നമുക്ക് നമ്മുടെ ടേബിൾ കാണണ്ടേ. യെസ് ഗായ്സ്, അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ സ്റ്റഡി ടേബിൾ എന്ന് പറയുന്നത്. ഞാൻ ആ ഷോപ്പിലെത്തിയപ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ കണ്ടെത്തിയ ഒരു ടേബിളാണ്. ഈ ടേബിൾ കണ്ടപ്പോൾ തന്നെ എനിക്കിത് നല്ല ഇഷ്ടമായി. അപ്പോൾ അത് തന്നെ നമ്മൾ വാങ്ങിച്ചും ചെയ്തിട്ടോ. എനിക്ക് ഈ ഒരു കളറും കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടമായി. വീഡിയോയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ നേരിട്ടുള്ളത്. നേരിട്ട് കാണാൻ ഇതിലും ഭംഗിയാണ്. അപ്പോൾ ഇതിൽ 2 ഷെൽഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാനിത് ഫുള്ളായിട്ട് കാണിച്ചു തരാം കേട്ടോ. അത്യാവശ്യം നല്ല ഹൈറ്റും അതുപോലെ സൈസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. എനിക്ക് എന്തായാലും നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഈ ഒരു കളറും ഒരു വുഡൻ ഒരു യെല്ലോ ബ്രൗണിഷ് കളറുമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ 2 ഷെൽഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ഞാൻ ഓപ്പൺ ചെയ്ത് എൻ്റെ ടേബിൾ മൊത്തത്തിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം എല്ലാം ഓർഗനൈസ് ചെയ്യുന്ന ഒരു വീഡിയോ ഈ ഒരു വീഡിയോയിലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ മറക്കണ്ട. അപ്പോൾ ഇനി ഞാൻ താഴെയുള്ള ഷെൽഫ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതിൽ ഞാൻ എൻ്റെ ടെക്സ്റ്റ് ബുക്ക്, നോട്ട് ബുക്സ്, ബാഗൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് നമ്മുടെ ഫൈനൽ ലുക്ക് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മുടെ മേക്ക് ഓവറൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ മേക്ക് ഓവറിലോട്ട് കടന്നാലോ. വെയിറ്റ് അതിനു മുമ്പ് ഞാൻ വാങ്ങിയ എൻ്റെ സ്കൂൾ ബാഗ് കണ്ടാലോ. അപ്പോൾ നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഹോൾ വീഡിയോയിൽ ഞാൻ ഓൾറെഡി എൻ്റെ ബാഗ് ഞാൻ കാണിച്ചിരുന്നു. അത് ഞാൻ 8th യൂസ് ചെയ്ത ബാഗായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞിരുന്നു ചിലപ്പോൾ ഞാനൊരു ന്യൂ ബാഗ് വാങ്ങുന്നു. അങ്ങനെ നമ്മൾ വാങ്ങിയതെല്ലാം ഞാനത് ഓർഡർ ചെയ്തിട്ടായിരുന്നു. അപ്പം സംഭവം അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബാഗ്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ. സംഭവം എനിക്ക് നല്ല ഇഷ്ടമായി. ഈ ഒരു ബാഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ മൊത്തം ബ്ലാക്ക് കളറിൽ അതുപോലെ തന്നെ റോസ് ഫ്ലവർ തീമിലാണ് കേട്ടോ വരുന്നത്. എനിക്ക് നല്ല ഇഷ്ടമായി. 2 സിബ്ബാണ് വരുന്നത്. അപ്പം എനിക്കിത് നല്ല ഞാൻ വിചാരിച്ച ആ ഫോട്ടോയിൽ കണ്ടപ്പം ആ സൈസ് ചെറുതായിരിക്കുന്നു. പക്ഷേ സംഭവം നല്ല അടിപൊളി സൈസാണ് കേട്ടോ വന്നത്. ഞാൻ ഓരോരോ സിബ്ബായിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു വീഡിയോ എടുക്കുന്നത് എൻ്റെ അനിയനാണ്. അപ്പം നിങ്ങൾക്ക് ആ ഒരു സൈഡിലായിട്ട് എൻ്റെ അനിയൻ്റെ വിരലൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ബാഗ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഫസ്റ്റ് സിപ്പിൽ ഈ ഒരു സ്പേസ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് ടെക്സ്റ്റ് നോട്ടൊക്കെ വെക്കാൻ പറ്റും. അത്രയും സ്പേസ് ആണ് വരുന്നത്. കൂടെ തന്നെ ഫയൽ വെക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു സ്പേസും കൂടി വരുന്നുണ്ട്. സംഭവം ഈ ഒരു ബാഗ് എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ ഈ ഒരു ബാഗ് ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കുക. ആവശ്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മേക്ക് ഓവറിലോട്ട് കടന്നാലോ. ഫസ്റ്റ് തന്നെ ഞാൻ ഈ കാണിക്കുന്നത് നമ്മുടെ ടേബിളിൽ നമ്മുടെ ഡെസ്ക്ടോപ്പ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയ ഒരു പ്ലാന്റ് പോട്ടാണ് കേട്ടോ. ഞാനിതെൻ്റെ സ്കൂളിൻ്റെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് തന്നെ അവിടെ കണ്ടപ്പോൾ വാങ്ങിയതാണ്. നമ്മുടെ ടേബിളിൽ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ട്. അപ്പോൾ നമുക്ക് മേക്ക് ഓവർ ചെയ്യുന്ന സമയത്ത് ഞാൻ വെച്ചത് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഷെൽഫുകളാണ് നമ്മുടെ ഓർഗനൈസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ എൻ്റെ ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ഫസ്റ്റത്തെ ഈ ഒരു തട്ടിൽ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് നോട്ടൊക്കെ വെക്കാൻ വിചാരിച്ചു. ഫസ്റ്റ് ഞാൻ ഇങ്ങനെ വെച്ചു. പിന്നെ എനിക്കത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ നേരായിട്ട് തന്നെ വെച്ചിട്ടു, സ്ട്രെയിറ്റ് ആയിട്ട്. പിന്നെ ഞാൻ എൻ്റെ പ്ലാനർ അതുപോലെ എൻ്റെ ഡയറി, ക്യൂട്ടായിട്ടുള്ള ബുക്സ് അങ്ങനെ എല്ലാം ഞാൻ ആ സൈഡിൽ വെച്ച് കൊടുത്തു. അങ്ങനെ ആ ഒരു ഭാഗം നല്ല അടിപൊളിയായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴെ തന്നെ വേറൊരു സ്പേസും കൂടി വരുന്നുണ്ട്. അവിടെ എൻ്റെ സ്കൂൾ ബാഗ് ഞാൻ വെക്കാൻ വിചാരിച്ചു. അങ്ങനെ നമ്മുടെ പുതിയ ബാഗും ഞാൻ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ഷെൽഫ് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ടേബിൾ ഓർഗനൈസ് ചെയ്താലോ. അപ്പം ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു പെൻ ഹോൾഡറാണ് കേട്ടോ, നമ്മുടെ ഷിൻജാൻ പെൻ ഹോൾഡർ. അതിൽ ഞാൻ ഇട്ട് വെക്കുന്നത് ബ്രഷ് പെൻസാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നുള്ള വീഡിയോ ഞാൻ ഷോർട്ടാക്കിയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഞാൻ ആ സൈഡിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വേറൊരു ഡെക്കറാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. ഫ്ലവർ അല്ല, അതിൻ്റെ താഴെയുള്ള ഒരു ഫ്ലവർ വേസ്. പിന്നെ ഞാൻ ഈ ഒരു കുഞ്ഞായിട്ടുള്ള പ്ലാന്റൊക്കെ വെച്ചു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആ മറ്റേ പ്ലാന്റ് കൂടെയാണ്. അത് ഞാൻ ഈ ഒരു സൈഡിലായിട്ട് വെക്കാൻ വിചാരിച്ചു. പിന്നെ നമ്മുടെ വീഡിയോ എടുക്കുന്ന സമയത്ത്, നമ്മുടെ സ്റ്റഡി വ്ളോഗ് എടുക്കുന്ന സമയത്ത് ഇതുപോലെ ആയിരിക്കും കേട്ടോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവുക. എങ്ങനെയുണ്ട്, അടിപൊളിയല്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ ടേബിൾ അങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു കുഞ്ഞ് ഷെൽഫ് ഉണ്ടാവില്ല, അത് ഓർഗനൈസ് ചെയ്യാം. അപ്പം ഫസ്റ്റ് തന്നെ ഇതുപോലത്തെ ഒരു ഒരു ഓർഗനൈസർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കാർഡ്ബോർഡ് യൂസ് ചെയ്തിട്ട്. അപ്പം അതിൽ ഞാൻ അത്യാവശ്യമുള്ള സ്കെച്ച് അതുപോലെ സിസറ്, ഗ്ലൂ അതൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ക്രയോൺസ് അതൊക്കെ വെച്ചിട്ട് ആ ഒരു ഭാഗത്ത് വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാം കൂടി ഇങ്ങനെ പരത്തിയിട്ടുണ്ടല്ലോ, അപ്പം ഒരു നീറ്റായിട്ട് ഇരിക്കില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ വെക്കാൻ വിചാരിച്ചു. പിന്നെ എൻ്റെ അടുത്തുള്ള കുറേ സ്കെച്ച് ബുക്കും അതുപോലെ എൻ്റെ പൗച്ചും എല്ലാം ഞാൻ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്.
അങ്ങനെ നമ്മുടെ ഷെൽഫ് നമ്മൾ ഓർഗനൈസ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ടേബിളിൻ്റെ എല്ലാ ഓർഗനൈസിങ്ങും കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഫൈനൽ ലുക്ക് കണ്ടാലോ. സോ ഗായ്സ്, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു സ്റ്റഡി ടേബിൾ മേക്ക് ഓവർ വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു കുഞ്ഞ് മേക്ക് ഓവർ വീഡിയോ ആണ്. ഇനിയും നമുക്ക് നമ്മുടെ ടേബിളിലോട്ട് കുറേ സംഭവങ്ങളൊക്കെ വാങ്ങി സെറ്റാക്കാനുണ്ട്, നമ്മുടെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു കുഞ്ഞ് മേക്ക് ഓവർ ചെയ്യുന്ന വീഡിയോ എടുക്കാമെന്ന്. അപ്പം ഇനി മുതൽ നല്ല അടിപൊളി സ്റ്റഡി വ്ളോഗും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. കാരണം നമ്മുടെ പുതിയ ടേബിൾ കിട്ടിയല്ലോ. അപ്പം നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ഏത് വീഡിയോ വേണമെന്നും കൂടി കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പം എന്തായാലും ഇത്രേ ഉള്ളൂ. ബൈ.